ഇംപ്രൂവ്മെന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇംപ്രൂവ്മെന്റ്സ് എന്ന് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ പലതരത്തിലൂടെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുന്നു. പലതരത്തിലൂടെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നു. ആ ചേഞ്ചസ് നിങ്ങൾക്ക് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു സ്പെഷ്യൽ കോട്ടാണ്. ആ കോട്ടിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഡോണ്ട് ക്യാരി എനിത്തിങ് വിച്ച് റെഡ്യൂസസ് യുവർ വാല്യൂ, ഈവൻ ദാറ്റ് ഈസ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നൊരു കോട്ടുണ്ട്. അതായത് നിങ്ങളുടെ വാല്യൂ കുറക്കുന്ന, നിങ്ങളുടെ ലൈഫിൽ മൂല്യങ്ങളെ നശിപ്പിച്ചു കളയുന്ന, ഇല്ലാണ്ടാക്കി കളയുന്ന ഒന്നിനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊണ്ട് നടക്കരുത്. അത് ചിന്തകളാകാം, ശീലങ്ങളാകാം, അത് നല്ല സുഹൃത്തുക്കളാവാം. നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, സുഹൃത്തുക്കളാവാം, നിങ്ങളുടെ ബന്ധുക്കളാവാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളുടെ വാല്യൂ, നമ്മൾ കൊണ്ട് നടക്കുന്ന വാല്യൂസ്, മൂല്യങ്ങൾ നശിപ്പിക്കുന്ന, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര മുന്നോട്ട് പോകുമ്പോൾ അത് ക്ലേശകരമാക്കുന്ന, അതിൽ പ്രയാസം ഉണ്ടാക്കുന്ന, അതിനെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കൊണ്ട് നടക്കുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്, കൊണ്ട് നടക്കരുത്. നമ്മുടെ വാല്യൂസ് എന്ത് ചെയ്യും, കുറക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. സോ അപ്പോൾ ഇന്നത്തെ ടുഡേയ്സ് മോർണിംഗ് മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാല്യൂ കുറക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് സ്വയം കണ്ടെത്തുക. പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടുന്നുണ്ടാവും, പല പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാവും, പല ചിന്തകളുണ്ടാകും, പല ശീലങ്ങളുണ്ടാകും. നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ്, നിങ്ങളത് ശീലിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമോഷണലി അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, നിങ്ങൾ തുടക്കക്കാലത്ത് നിങ്ങൾക്കത് റിസൾട്ട് തന്നിട്ടുണ്ട്, നിങ്ങളെ ഇതിനു മുൻപ് അത് സഹായിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഇപ്പോഴും അതെന്ത് ചെയ്യുന്നു, വിട്ടുപോകാതെ, വിട്ടുകൊടുക്കാതെ, വിട്ടുകളയാതെ, ഒഴിവാക്കി കളയാതെ, വന്ന വഴി മറന്നു പോകുമോ, ഞാൻ അഹങ്കാരിയാകുമോ എന്ന് ഭയപ്പെട്ട്, പേടിച്ച്, തെറ്റിദ്ധരിച്ച് വീണ്ടും ആ ഒരു കാര്യം കൊണ്ട് നടക്കുന്നു. നിങ്ങളുടെ യാത്രയിൽ ശരിക്കും പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു ബെഞ്ച് മാർക്കുണ്ട്. ആ ബെഞ്ച് മാർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബെഞ്ച് മാർക്ക് എപ്പോഴും സോ ഹൈ ആയിരിക്കണം. ഹൈ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറയുന്നത് അത്രയും ഹൈ ആയാൽ അത്രയും നല്ലത്. ഒരാൾ പറഞ്ഞൊരു കോട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഐ തിങ്ക് ലെസ് ബ്രൗൺ ആണെന്ന് തോന്നുന്നു. അത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, it is not scary that people set big goals and they don't achieve. It is scary and dangerous that people set small goals and then they achieve. അതായത് വ്യക്തികള് വലിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട്, വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാത്തതല്ല പ്രശ്നം, മറിച്ച്
വ്യക്തികൾ പലരും ചെറിയ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നു, അത് അവർ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യുന്നു. അതിലെന്താ പ്രശ്നമുള്ളത്? അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ ഗോളുകൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നു, ചെറിയ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആവറേജ്, ബിലോ ആവറേജ് തിങ്കിങ്, ബിലോ ആവറേജ് എക്സ്പെക്ടേഷൻ, ബിലോ ആവറേജ് ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്യും. ആൻഡ് ദാറ്റ് ബിക്കം വി വിൽ ബി കംഫർട്ടബിൾ ഇൻ ദാറ്റ്. അതിൽ നമ്മൾ എന്തായിരിക്കും? കംഫർട്ടബിൾ ആയിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? അതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. ആ കംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ആവാതിരിക്കും. If you want to achieve something, go and set big goals. Because നിങ്ങൾ എത്ര കണ്ട് വലുതാക്കി സെറ്റ് ചെയ്യുന്നുവോ നിങ്ങളുടെ ക്യാൻവാസ്, എത്ര കണ്ട് വലുതാക്കി നിങ്ങൾ നിങ്ങളുടെ ആ ക്യാൻവാസിന്റെ വലുപ്പം കൂട്ടുന്നുവോ അത്ര കണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതും അച്ചീവ് ചെയ്യും. Whatever you said, you will achieve, because our mind has that kind of potential. മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിനുള്ളിലേക്ക് കൊടുക്കുന്നത് അത് വ്യക്തമായും ശക്തമായും ക്ലാരിറ്റിയോടും കൂടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ, ഒരു നാൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങൾക്കത് വിശ്വാസം പോലും വേണ്ട, പക്ഷേ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും അത് നടക്കുമെങ്കിൽ. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് അത് കടന്നു കഴിഞ്ഞാൽ, കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പോലും സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നിങ്ങൾ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അപ്പോഴേ അതിനെ നോർമലി വിശ്വാസം എന്ന് പറയാറുള്ളൂ. കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് അത് എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് ചെയ്തിരിക്കും, നിങ്ങളത് അച്ചീവ് ചെയ്തിരിക്കും. നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിച്ചു, അതിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങൾ ചെന്നിരിക്കും. അത് നിങ്ങളുടെ വഴി, നിങ്ങളിങ്ങനെ യാത്ര ചെയ്ത് അതിനു വേണ്ട സൗകര്യങ്ങളിലേക്ക്, അതിനുവേണ്ട വ്യക്തികളിലേക്ക്, അതിന് സഹായിക്കാൻ പറ്റുന്ന വ്യക്തികളിലേക്ക്, അതിന് സഹായം ലഭിക്കാൻ തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും. നിങ്ങളുടെ വീട് മാറും, അതിലേക്ക് നിങ്ങളെ മൈൻഡ് കൊണ്ടെത്തിക്കും. എൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയും. എൻ്റെ ഉള്ളിലുള്ളൊരു ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോളുണ്ട് 2012. കുറേ ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിഷൻ ബോർഡിൽ ചെയ്തിട്ടുള്ള. അതിൽ ഒരു ബോർഡ് എന്ന് പറയുന്നത് അതിൽ വിഷൻ ബോർഡിൽ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരു റൂമാണ്. ആ റൂമിൽ ഒരു ടീപ്പോയി ഉണ്ട്, നല്ല വിലപിടിപ്പുള്ള ഒരു സോഫയുണ്ട്. ആ സോഫയ്ക്ക് പുറകിലായിട്ട് നല്ല ഗ്ലാസ് വിൻഡോ ഉണ്ട്, വലിയ. അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത് ബീച്ചാണ്, കടലാണ്. ഞാനത് അത് എന്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഒരു ബീച്ച് ഹൗസ് ഞാൻ സ്വന്തമാക്കുന്നതിന്, ഒരു ബീച്ചിനടുത്തൊരു വീട്, ഇത് എൻ്റെ ഒരു ഡ്രീം പോലെ ഞാൻ കൊടുത്തൊരു സാധനം. പക്ഷെ അതിലേക്ക് അത് ഞാൻ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള വിശ്വാസം ഒന്നും അന്നുമില്ല, അല്ലെങ്കിൽ അന്ന് ആ വിശ്വാസം അന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പലതവണ ചിന്തിച്ചിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കേരളത്തില് നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ മലപ്പുറം ജില്ലയിലാണ് താമസിച്ചിരുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. കോഴിക്കോടിനെ ഇഷ്ടപ്പെടുന്നു. ആ സ്ഥലത്തേക്ക് ഞാൻ സ്ഥലം മാറി. ഇപ്പോൾ അധിക ദിവസവും ഈ ബീച്ചിൽ പോയിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നു. രാത്രി കാലങ്ങളിൽ അവിടെയുള്ള ബീച്ച് വ്യൂവിൽ ഉള്ള കഫേകളിൽ ഇരുന്നിട്ട് എൻ്റെ ബിസിനസ് പ്ലാൻ ചെയ്യുന്നു. അവിടെയുള്ള സ്ഥലങ്ങൾ പോയി കാണുന്നു. അവിടെയുള്ള ഒഴിഞ്ഞ ഇത്തരത്തിലുള്ള ബീച്ചിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ ഇടയ്ക്കിടെ പോകുമ്പോൾ നിരീക്ഷിക്കുക. ഇങ്ങനെ നിരീക്ഷിച്ച് ഇതിനുള്ള ഒരു സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ താമസം തന്നെ ഞാൻ അവിടെ നിന്ന് മാറി.
ഞാൻ കോഴിക്കോടേക്ക് മാറി ഇവിടെ താമസിക്കുന്നു. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ താമസിക്കുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ ആ ഡ്രീമിലേക്കുള്ള എൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ സെറ്റ് ചെയ്തതുകൊണ്ട് ആ ഡ്രീമിലേക്കുള്ള എൻ്റെ ലൈഫിലുള്ള ഞാൻ പോലും അറിയാതെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ്. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ കൊണ്ട് എടുപ്പിക്കുന്ന തീരുമാനങ്ങളാണ്. ഇത് തന്നെയാണ് നിങ്ങളൊരു വലിയ പരസ്യ ബോർഡ് കാണുമ്പോൾ ആ പരസ്യ ബോർഡ് അതിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അതൊരു വിഷൻ ബോർഡാണ്. പരസ്യ ബോർഡ് എന്താ കമ്പനിയുടെ വിഷൻ ബോർഡ്. എന്താ കമ്പനിയുടെ വിഷൻ? എല്ലാവരും ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കണം, കുടിക്കണം. ഇത് കാണുന്ന എല്ലാവരും. ഫോർ എക്സാമ്പിൾ പെപ്സിയുടെ പരസ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ അവസാനം എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് അത് കയറിയ പരസ്യം നമ്മൾ അത് കണ്ടിട്ട് നമ്മളത് വാങ്ങിച്ച് കഴിക്കും. ഇന്നതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം വളരെ ശക്തമായിട്ടുള്ളൊരു പിക്ചർ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് ആവർത്തിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? അതിലേക്ക് വേണ്ട തീരുമാനങ്ങൾ നിങ്ങളെ കൊണ്ട് അറിയാതെ എടുപ്പിക്കും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രത്യേകത. ഇത് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലാവരുന്ന് കഴിപ്പിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ശക്തമായ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഷ്യസ്ലി നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. നമ്മുടെ ലൈഫ് അതിലേക്ക് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കും. ദർ ആർ തിങ്സ്. അപ്പൊ മനസ്സിലായി കമന്റ് ചെയ്ത് യെസ്. ഇസ് ഇറ്റ് പവർഫുൾ? യെസ്, ഇറ്റ് ഈസ് പവർഫുൾ. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരേ ഒരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആഗ്രഹങ്ങൾ, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് അറിവില്ല, ഞാൻ പാവപ്പെട്ടൊരവസ്ഥയിലാണ്, ഞാനൊരു സിംഗിളായിട്ടുള്ള ഒരാളാണ്, ഞാൻ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ ജീവിതം അങ്ങനെ വന്ന ഒരാളാണ്, എന്നോട് വലിയ സയൻറ്റിസ്റ്റ് ആകുന്നതിനെ പറ്റി പറയണ്ട, എന്നോട് വലിയ ധനവാനാകുന്നതിനെ പറ്റി പറയണ്ട, എനിക്ക് ആ ഗോളുകൾ വേണ്ട, എനിക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെയൊന്നും അതിനൊന്നും ഞാൻ ക്വാളിഫൈഡ് അല്ല എന്ന്, ഐ ആം നോട്ട് വർത്തി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഞാൻ നേരത്തെ തുടങ്ങിയ മെസ്സേജാണ്. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ചരിത്രമാണ്. നിങ്ങൾ ഇത്രയും കാലം ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ട് ഒരാളായി ജനിച്ച്, ആ സാധാരണക്കാരനായിട്ട് അങ്ങനെ ഐ ബിലോങ് ദേർ, ഞാൻ അവിടെയാണ് അർഹിക്കുന്നത്, അതാണ് എൻ്റെ സ്ഥലം, അതാണ് എൻ്റെ കാറ്റഗറി, അത്രയും ഞാൻ അർഹിക്കുന്നുള്ളൂ, അതേ എന്നെ കൊണ്ട് സാധിക്കൂ, അതിനപ്പുറത്തേക്കൊന്നും എനിക്ക് കാണാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അന്ന് ശീലിച്ചു പോയ ഒരു പാറ്റേൺ ഉണ്ട്. ശരിയാണോ? ഇല്ലേ? സത്യം പറഞ്ഞ ഇല്ലേ? എൻ്റെ വിദ്യാഭ്യാസം, ഞാൻ ഒരുപാട് പരാജയപ്പെട്ട ഒരാളാണ്. യെസ്. വലിയ സ്വപ്നങ്ങൾ കാണാൻ പറയുമ്പോൾ പല ആൾക്കാരുടെയും ഒരു പ്രോബ്ലം വെച്ചാൽ, സത്യം പറയടോ, ശരിയല്ലേ? പല ആൾക്കാർക്കും ഈ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വളരെ സ്ട്രോങ്. നിങ്ങൾ ഈ മെഡിറ്റേഷൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഇപ്പോൾ വലിയ സ്വപ്നങ്ങൾ വരുന്നുണ്ടോ? ആഗ്രഹങ്ങൾ വരുന്നുണ്ടോ? മാറിയിട്ടുണ്ടോ? സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, മാറിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നു, നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൽ പറയുന്നത് പോലെ നിങ്ങൾ വിശ്വസിച്ച് പരമാവധി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരാൻ പോവുകയാണ്. നിങ്ങളുടെ വീട് മാറും. 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ എത്രയോ ആൾക്കാരുടെ മനസ്സിൽ ആ വലിയ മാറ്റങ്ങൾ. ഷാഫി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് നേരിട്ട് കാണുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്ന കഥകൾ, നിങ്ങളെ യൂട്യൂബിൽ ഒരു വീഡിയോ, നിങ്ങൾ അന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ, ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പറഞ്ഞ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഇപ്പം അഡ്വാൻസ് പ്രോഗ്രാമിൽ ചെയ്യാൻ പോയ സമയത്ത് തന്നെ
അവിടെ ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നെ വന്നിട്ട് കണ്ടു, സംസാരിച്ചു. എൻ്റെ ടീമിനോട് പറയുകയാണ്, ഇയാൾ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു. ഒരു സാധാരണക്കാരനായിട്ട് ചിന്തിച്ചിരുന്ന, ബേസിക് ലെവലിൽ ചിന്തിച്ചിരുന്ന, കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന, എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു, സ്വപ്നം കാണിപ്പിച്ചു, എന്നെ ചേഞ്ച് ചെയ്ത് കളഞ്ഞ മനുഷ്യനാണ് ഇത്. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ അത്ഭുതമുണ്ടോ? ഒരു അത്ഭുതമില്ല. എനിക്കതിൽ യാതൊരു അത്ഭുതമില്ല. അത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല, വിനയത്തോടു കൂടി തന്നെ അതിനെ അംഗീകരിക്കുന്നത്. പക്ഷെ അതിൽ എന്താണ്ട് അത്ഭുതമല്ല. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു അഹങ്കാരമായിട്ടോ ഒരു 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 ഇതായിട്ടോ പറയുകയല്ല. ഞാൻ പറയുന്നത്, അവരൊക്കെ വലിയ സ്വപ്നങ്ങൾ കണ്ട് അവരുടെ ലൈഫ് വല്ലാണ്ട് മാറിയത്. ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ പ്രൂഫ് ഞാനാണ്. ഒരു കടയിൽ ലൈം ജ്യൂസ് അടിച്ചുകൊണ്ടിരുന്ന, അവിൽ മിൽക്ക് അടിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ്. ആ ജോലി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കൂൾ ബാറിൽ അവിടെ നിന്നിരുന്ന എനിക്ക് ഒരു ബിസിനസ് ഓണറായി, ഒരു ലൈഫ് കോച്ചായി മാറി, ബിസിനസ് ഓണറായി മാറി, പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന ഒരാളായിട്ട് മാറി. ഞാൻ സ്വപ്നം കണ്ടതിനും അപ്പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് പ്രോഗ്രാമുകൾ ചെയ്ത് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റി. ടി വിയിൽ വന്നു, റേഡിയോയിൽ വന്നു, ഫേമസ് ആയി, ഒരുപാട് പേരുടെ വഴികാട്ടിയായി മാറാൻ പറ്റി, ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്യുന്ന, വാല്യൂ ചെയ്യുന്ന ഒരാളായിട്ട് മാറാൻ പറ്റി. ഇതൊന്നും വലിയ സംഭവമായിട്ടല്ല പറയുന്നത്, ബട്ട് ആ ഒരു പയ്യന് ഇതൊക്കെ ഒരു വലിയ സംഭവം. അന്നത്തെ ആ ഒരു പയ്യൻ, അന്നത്തെ ആ ഷാഫിക്ക് ഇതൊക്കെ വലിയ സംഭവങ്ങൾ. സാധാരണക്കാരന് ചെറിയ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്ന ഒരാൾക്ക്, ഒരു സ്വപ്നം പോലും കാണാൻ ധൈര്യമില്ലാത്തവന് ഇതൊക്കെ എന്തൊക്കെയോ ആണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ആണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവ്രി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. എല്ലാ മാസ്റ്റേഴ്സും ഒരു സമയത്ത് ദുരന്തങ്ങളായിരുന്നു. എവ്രി വിന്നർ വൺസ് വാസ് എ ബിഗിന്നർ. എല്ലാ വിന്നേഴ്സും ഒരു സമയത്ത് തുടക്കക്കാരായിരുന്നു. എവ്രി മാസ്റ്റർ വൺസ് വാസ് എ ഡിസാസ്റ്റർ. എവ്രി വിന്നർ വൺസ് വാസ് എ ബിഗിന്നർ. അപ്പൊ നിങ്ങൾ, ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ, ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു കം ഫ്രം, ഇറ്റ് ഡസന്റ് മാറ്റർ വേർ ഹാവ് യു ബീൻ, ഇറ്റ് ഡസ് മാറ്റർ വേർ യു വാണ്ട് ടു ഗോ. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങളുടെ തറവാടെന്ത്, ചരിത്രം എന്ത്, ഇറ്റ് ഡസന്റ് മാറ്റർ, അതല്ല പ്രധാനം. നിങ്ങൾക്ക് എവിടെ എത്തണം, എവിടേക്ക് പോകണം, ആരായി തീരണം, എന്ത് നേടിയെടുക്കണം, അതിനുവേണ്ടി എന്ത് സ്വപ്നങ്ങളുണ്ട്, എന്ത് വിഷൻ ഉണ്ട്, അതാണ് പ്രധാനം. കാരണം നിങ്ങൾ എന്താണോ കാണുന്നത് അത് നിങ്ങൾ അച്ചീവ് ചെയ്യും. നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിഞ്ഞുവോ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് കാണാൻ കഴിഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റിയോ, എന്താണോ നിങ്ങൾ അർഹിക്കുന്നത് എന്നുള്ളത്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചോ, നിങ്ങൾ ആരാണ് എന്ന് ചിന്തിച്ചോ, അത് നിങ്ങളായിത്തീരും. ബിക്കോസ് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുക, മറിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന, എൻഗ്രേവ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന, ഞാൻ ഇതാണ് അർഹിക്കുന്നത് എന്ന് ഫീൽ ചെയ്യുന്ന, ആ പ്രണയം ഫീൽ ചെയ്യുന്ന, ലവ് ഫീൽ ചെയ്യുന്ന, അതുണ്ടല്ലോ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ക്യാരി എനിത്തിങ് which reduces your value, even if it is a dream, a goal. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂ കുറക്കുന്ന, മൂല്യം കുറക്കുന്ന എന്ത് കാര്യമാണെങ്കിലും, അത് നിങ്ങളുടെ സ്വപ്നങ്ങളാണെങ്കിലും, അത് കൊണ്ട് നടക്കരുത്. അത് വലുതാക്കണം, അത് വലുതാക്കി ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം. മിനിമം ഐ ഡിസേർവ് ദിസ്, ദിസ് ഈസ് വാട്ട് ഐ ഡിസേർവ്, നത്തിങ് ബട്ട് എക്സലൻസ്.
എക്സലൻസിൽ പറഞ്ഞ ഒന്നും ഞാൻ അർഹിക്കുന്നില്ല. ഐ ആം എ കിങ്, ഐ ആം എ ക്വീൻ, മൈ മദർ ഈസ് ക്വീൻ, ഐ ആം എ പ്രിൻസസ്, ഐ ആം എ പ്രിൻസ്, മൈ ഫാദർ ഈസ് കിങ്, ഐ ഹാവ് എ റോയൽ ബ്ലഡ്. ഞാൻ രാജകുടുംബമാണ്. അഹങ്കാരമല്ല, ഞാൻ അർഹിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവൻ രാജാവാകും, അങ്ങനെ വിശ്വസിക്കുന്നവൾ രാജ്ഞിയാകും, അങ്ങനെ വിശ്വസിക്കുന്നവൾ രാജകുമാരിയോ. അവരുടെ ലൈഫ് ചേഞ്ച് ആകും. നിങ്ങൾ ചിലപ്പോൾ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരാളായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരിക്കാം. പക്ഷെ നിങ്ങളിൽ നിന്നൊരു പാവപ്പെട്ട കുടുംബം വരരുത്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ മാത്രം തെറ്റാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് യുവർ മൈൻഡ്, മനസ്സ്. ആ മനസ്സിന് എന്ത് ചെയ്യണം? ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ഉപയോഗിക്കണം. വെറുതെ കൊടുത്തോടോ, നടക്കും. ഇതൊരു വെറും വാക്കല്ല, മോട്ടിവേഷൻ അല്ല. ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന്, ആ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് പറയുന്നതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ അവരുടെ ലൈഫിൽ നിന്ന് ചേഞ്ചസ് കൊണ്ടുവന്നിരും. സോ ബിലീവ് യു ആർ ഹാഫ് വേ ദേർ. നിങ്ങൾ വിശ്വസിച്ചാൽ പകുതി യാത്ര ചെയ്തു കഴിഞ്ഞു. വിശ്വസിക്കുക, ലൈഫിന് ചേഞ്ച് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? ലൈഫ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക. എനിക്കിത് വേണം, ഐ ബിലീവ് ഇൻ ദിസ്. നോ സ്മോൾ ഗോൾസ്. വലുത് തന്നെ സെറ്റ് ചെയ്തോ. കാരണം നിങ്ങളത് വലുത് അച്ചീവ് ചെയ്തില്ല. നിങ്ങൾ 10, 15, 20, 30 നിങ്ങൾ സെറ്റ് ചെയ്താൽ, ഏറ്റവും മിനിമം 30 സെറ്റ് ചെയ്ത ആൾ മിനിമം 20, 25 അച്ചീവ് ചെയ്യും. നിങ്ങൾ 1 സെറ്റ് ചെയ്താൽ അതും അച്ചീവ് ചെയ്യും, 2 സെറ്റ് ചെയ്താൽ അതും അച്ചീവ് ചെയ്യും. 1 കോടി സെറ്റ് ചെയ്താൽ, 5 ലക്ഷം സെറ്റ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യും, 10 ലക്ഷം സെറ്റ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യും, 20 ലക്ഷം സെറ്റ് ചെയ്താൽ അത് അച്ചീവ് ചെയ്യും, 1 കോടി സെറ്റ് ചെയ്താൽ അത് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് കൊടുത്താൽ മതി. പിന്നെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. നമ്മൾ എത്ര കണ്ട് ഇൻറ്റൻസ് ആണ്, അതിനനുസരിച്ച് എത്ര കണ്ട് ഇൻറ്റൻസ് ആയിട്ട് കൊടുക്കുന്നു, എത്ര കണ്ട് തീവ്രമായിട്ട് കൊടുക്കുന്നു, ആ തീവ്രതക്കനുസരിച്ച് എത്ര ഫാസ്റ്റ് ആയിട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിന്റെ തീവ്രതക്കനുസരിച്ച് നിങ്ങളത് അച്ചീവ് ചെയ്യും. നിങ്ങൾക്ക് അതിനൊരു തീവ്രതയില്ലെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്യില്ല. നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി, നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? ഒരു 5 ലക്ഷം വേണം. എന്തിന്? നിങ്ങളുടെ മക്കൾക്കോ വേണ്ടപ്പെട്ടോ ആർക്കെങ്കിലും ഒരാൾക്ക് വലിയൊരു ഓപ്പറേഷൻ, എമർജൻസി സിറ്റുവേഷൻ, കയ്യിൽ പൈസ ഇല്ല, അത്രയ്ക്കും തീവ്രമാണ്, അത് എമർജൻസിയാണ്, അത്യാവശ്യമാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 5 ലക്ഷം നിങ്ങൾ ഉണ്ടാക്കോ ഇല്ലയോ? അതിന് നിങ്ങൾക്ക് ദിവസങ്ങൾ മതിയോ? മണിക്കൂറുകൾ മതിയോ? യെസ് ഓർ നോ? ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ 5 ലക്ഷം എത്തിക്കണം. നിങ്ങൾ എത്തിക്കോ ഇല്ലയോ? മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, എത്തിക്കോ ഇല്ലയോ? യെസ് ഓർ നോ? എത്തിക്കോ ഇല്ലയോ? നിങ്ങൾ എത്തിക്കും. അതിന് വിൽക്കേണ്ട സ്ഥലം വെക്കും, അതിന് കാണേണ്ടവരെ പോയി കാണും, കാല് പിടിക്കേണ്ടവരെ കാല് പിടിക്കും, ചോദിക്കേണ്ട ചോദിക്കും, എടുക്കേണ്ട പണിയെടുക്കും, വിളിക്കേണ്ടവരെ വിളിക്കും, കൂട്ടുപിടിക്കേണ്ടവരെ കൂട്ടുപിടിക്കും. യൂണിവേഴ്സ് അങ്ങനെയൊക്കെ ചെയ്തവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയാലിറ്റി അത്രയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യമല്ല, നമ്മുടെ ബെഞ്ച് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അത്യാവശ്യമില്ല. എത്ര പെട്ടെന്ന് വേണം, എത്ര ഫാസ്റ്റ് ആയിട്ട് വേണം, നമുക്ക് അത്യാവശ്യമല്ല. സോ ചേഞ്ച് യുവർ വാല്യൂസ്.
ആ വാല്യൂസ് ചേഞ്ച് ചെയ്യുക. എത്ര പെട്ടെന്ന് വേണം, എത്ര അത്യാവശ്യമാണ്, എത്ര എമൗണ്ട്, എത്ര വലുത് വേണം, എത്ര സംഗതികൾ വേണം, അതിന് തീവ്രത കൂട്ടണം, അതിന് ഇമ്പോർട്ടൻസ് കൂട്ടണം. അതിന് കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ച് അത് നിങ്ങളുടെ ലൈഫ് സംഭവിക്കും. സ്വപ്നങ്ങൾ വൈകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. സ്വപ്നങ്ങൾ ചെറുതായി പോകുന്നതിന് അതും നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. നിങ്ങളുടെ ലൈഫ് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് കാരണക്കാർ. No one else is responsible. So be bloody responsible. അതിന്റെ പേരിൽ വെറുക്കണ്ട സ്വയം. ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ, ഞാൻ അത്യാവശ്യമാക്കിയില്ലല്ലോ, ഞാൻ ഇങ്ങനെയാക്കിയില്ലല്ലോ എന്ന് വെറുക്കണ്ട. ഈ ഒരു അവസ്ഥ ഇതാണെന്നുള്ളത് തിരിച്ചറിയുക, ഉടൻ തന്നെ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ചെയ്യലാണ് നിങ്ങളെ സ്നേഹിക്കൽ. ഐ വാണ്ട് ദിസ്, ഐ വാണ്ട് ദിസ്, ആൻഡ് ഐ വാണ്ട് ദിസ് ഓൺ ദിസ് ഡേ. ഇന്ന ദിവസത്തിൽ, ഇന്ന ഡേറ്റിൽ, അല്ലെങ്കിൽ ഇന്ന് എത്ര പെട്ടെന്ന് വേണം. ക്ലിയർ ആണോ പറഞ്ഞ? അത് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് അത്യാവശ്യമാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, when your dream become necessity, manifestation happens immediately. എപ്പോഴാണോ നിങ്ങളുടെ സ്വപ്നം അത്യാവശ്യമായി മാറുന്നത്, പെട്ടെന്ന് വേണം, അത്യാവശ്യം, ആ സമയം, കറക്റ്റ് സമയം, അത് അത്യാവശ്യമായിട്ടുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാം. വേറെ ആരും പറഞ്ഞു തരണ്ട. അത് അത്യാവശ്യമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ല വെറും ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. Dreams stays as dreams when it is just a desire, a wish. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നും സ്വപ്നങ്ങളായിട്ട് തുടരും. അത് വെറും ജസ്റ്റ് ഒരു ആഗ്രഹങ്ങളായിട്ട് ഇങ്ങനെ വെറുതെ കൊണ്ട് നടന്ന് അതിനെ ഗോളുകളാക്കി മാറ്റണം, ടാർഗറ്റുകളാക്കി മാറ്റണം. അതിന് അത്യാവശ്യം, ടേൺ യുവർ ഡ്രീംസ് ഇൻ ടു നെസസിറ്റി, അത്യാവശ്യങ്ങളാക്കി മാറ്റണം. When that happens, manifestation happens immediately. ലൈഫിലേക്ക് അത് സംഭവിക്കും. ഇതാണ് എനിക്ക് നൽകാനുള്ള മെസ്സേജ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Was it inspiring? Was it helpful? Yes. What do you feel now? ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു? ഇതെല്ലാം കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നു? ഞാൻ എവിടെയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നും കണ്ടിട്ടില്ല, ഞാൻ പല മിസ്റ്റേക്സുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, ശരിയല്ല, ഇങ്ങനെ പോയാൽ ശരിയല്ല, കുറച്ച് കാര്യങ്ങൾ കറക്റ്റാക്കാനുണ്ട് എന്നൊരു റിയലൈസേഷൻ വന്നോ? വന്നാ നല്ലത്, വന്നില്ലെങ്കിലും നല്ലത്. പക്ഷേ വന്നാൽ കൂടുതൽ നല്ലത് ആ ചിന്ത വന്നാൽ. കാരണം നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്ത് കൊടുത്താലും മൈൻഡ് തരും. The problem is people have smaller goals because they are so scared. They are not convinced. They don't have the confidence. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ ആൾക്കാരൊക്കെ എങ്ങനെ വിജയിക്കുന്നത്? ഈ സിനിമാ നടിമാരൊക്കെ കുറേ ആൾക്കാർ, സെലിബ്രിറ്റീസിന് ഒരാൾ ഇന്റർവ്യൂ ചെയ്തു. അവരൊക്കെ പറഞ്ഞൊരു വാചകമുണ്ട്. അവർ പറഞ്ഞൊരു വാചകമാണ്, ഇറ്റ് ഈസ് ദ കോൺഫിഡൻസ്. അവരോടൊക്കെ ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സ്കിൽ എന്താണ്? അവരൊക്കെ 80% ആൾക്കാരും പറഞ്ഞ സാധനമാണ് മൈ കോൺഫിഡൻസ്. എൻ്റെ സ്വപ്നങ്ങൾ നടിയാകുമെന്നുള്ള, സൂപ്പർ സ്റ്റാർ ആകുമെന്നുള്ള, ലോകം അറിയപ്പെടുന്ന നടിയാകും. പ്രിയങ്ക ചോപ്രയോട് ചോദിച്ചു, ഇന്ത്യക്കാരിയാണ്, ഹിന്ദി സിനിമകളിൽ ഒരുപാട് അഭിനയിച്ചതാണ്. ഇന്നിപ്പോ അവര് ഹോളിവുഡ് നടിയാണ്. എന്നൊരു ഭയങ്കര രസകരമായ കാര്യം പറഞ്ഞു. പുള്ളിക്കാരി ഹോളിവുഡിൽ അഭിനയിക്കും സ്വപ്നം കണ്ട് നടന്ന, ഹോളിവുഡ് ലോകം അറിയപ്പെടുന്ന ഒരു നടിയായി മാറും എന്ന് സ്വപ്നം കാണുകയും ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു നടിയായിട്ട് മാറുകയും അത് സ്വപ്നം കണ്ട് നടന്ന ഒരാളാണ്. പൊതുവെ ഇന്ത്യൻ ആക്ടേഴ്സ് അങ്ങനെ ചിന്തിച്ചോളന്നില്ല.
ഇന്ത്യക്കാരിയായി മാറി ഇന്ത്യക്കാരിലുള്ള ആ ഒരു നടിമാരിൽ, ബോളിവുഡിൽ അല്ലെങ്കിൽ ഹിന്ദി നടിമാരിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്പർ 1 ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരാള്, അത് അച്ചീവ് ചെയ്ത ഒരാള് ഒരിക്കലും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല ഹോളിവുഡിൽ ഷീ വിൽ ഗോ ആൻഡ് എക്സ്പ്ലെയിൻ, അല്ലേ? നമ്മളാരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് അവിടെ എത്തി. ആ ആഗ്രഹം ഉള്ളതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയും? നിക് ജോനാസ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചൊക്കെയാണ് അവരുടെ ലൈഫ് അങ്ങ് മാറുകയാണ്. അവരിപ്പോ കൂടുതലും ഇംഗ്ലീഷ് മൂവീസിലാണ് അഭിനയിക്കുന്നത്, ഹിന്ദിയിൽ കുറവാണ്. ആഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റേഷൻസ് മാറും, നമ്മുടെ സിറ്റുവേഷൻസ് മാറും, നമ്മുടെ ജീവിതം മാറും, നമ്മുടെ സാഹചര്യങ്ങൾ മാറും. കടുത്ത ആഗ്രഹങ്ങൾ കൊടുക്കുക, നിങ്ങൾ യാത്ര ചെയ്ത് വേറെ ലോകത്തെത്തും. ക്ലിയർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഒരു ബീച്ച് ഹൗസിന്റെ ഗോൾ സെറ്റ്, ഞാനിന്നിപ്പോൾ കാലിക്കറ്റിലാണ്. വൈ? ബിക്കോസ് ആ മാറ്റമാണ്. അതുപോലെയാണ് പ്രിയങ്ക ചോപ്രയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചത്. നിക് ജോനാസ് എന്ന് പറയുന്ന അമേരിക്കക്കാരനെ കല്യാണം കഴിച്ചു. സംഗീതജ്ഞനാണ്, ആളുമായിട്ട് പ്രണയത്തിലാവും. അതേ പറയുന്നത്, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ ചെല്ലും, വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടും, നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് എത്തും. അത് എത്തല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ എന്ന് ചോദിക്കണ്ട, നടന്നോളൂ. ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് യുവർ അർജൻസി. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നടക്കണമെന്ന അർജൻസിക്ക് അനുസരിച്ച്. നിങ്ങളുടെ ഉള്ളിൽ ഒരു അർജൻസി ഉണ്ട്, ഉള്ളിലൊരു ചൂടുണ്ട്, ഉള്ളിലൊരു വേജാറുണ്ട്, ഉള്ളിലൊരു ആവശ്യമുണ്ട്, ഉള്ളിലൊരു അത്യാവശ്യകതയുണ്ട്. ആ ആവശ്യകതയുടെ വേഗത, അതിന്റെ ആഴം, അതിനനുസരിച്ച് ചേഞ്ച് ആകും. സോ ക്രേസിലി ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. പറഞ്ഞോളൂ. സർ, അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന അതും ഇതിൽ വരും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു വിഷയം എന്നല്ല ഞാൻ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഡെഫിനറ്റ്ലി, അങ്ങനെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആണോ മാനിഫെസ്റ്റേഷൻ ആണോ എന്ന് ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത് ഡ്രീംസ്, ഗോളുകൾ അച്ചീവ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. റിയലൈസ്, യെസ്, ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ഇത് ഇത്രയും വലിയ സ്ട്രോങ് ആയിട്ട് മനസ്സിലേക്ക് കൊടുത്താൽ മതി. പ്രാക്ടീസ് ചെയ്താൽ ഒന്നുകൂടെ ഫാസ്റ്റാണ്. അതിന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. നെക്സ്റ്റ് വീക്കിൽ വരികയാണ്. 5 ദിവസം അടിപൊളിയൊരു സെഷനാണ്, പെയ്ഡ് ആണ്. ഈ മോർണിംഗ് ക്ലാസ്സിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടാകും മോർണിംഗിൽ. വെറും 199 രൂപയേ ഉള്ളൂ. ഇന്ന് നാളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, 2 days ആണ് എനിക്ക് ഇതിന് ടൈം തരാൻ പറ്റും. ഇന്ന് തന്നെ ചെയ്തൂടെ? ഒരൊറ്റ ദിവസം, ഇന്ന് തന്നെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. 199 രൂപ. രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഇന്നിപ്പോൾ ഞാൻ എടുത്തതുപോലെ ഒരു വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് വരുന്നുണ്ട് ഇൻ ഡെപ്തിൽ. 199 രൂപയാണ്. പേയ്മെന്റ് അടക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുകയാണ്, 8086880775. ആ ദിവസം നമുക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, 5 days. ഓക്കെ, ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്, അതിൽ നമ്മുടെ ടീമിൽ നല്ല പ്രഗത്ഭരായിട്ടുള്ള, നിങ്ങൾ പല ആൾക്ക് പരിചയപ്പെട്ടിട്ടുള്ള ചില ആൾക്കാരടക്കമുള്ള ട്രെയിനേഴ്സ് അടക്കം അടങ്ങുന്ന 5 ദിവസത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഴ്സ്. പേയ്മെന്റ് അടക്കേണ്ട നമ്പർ ഇതാണ്. ആ ഒരു നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വിടാം, 8086880775. 199 രൂപ അടയ്ക്കുക. ലൈഫ് മാക്സിമൈസേഷൻ കോഴ്സ്, അതാണ് ഈ പ്രോഗ്രാമിന്റെ പേര്, ലൈഫ് മാക്സിമൈസേഷൻ. നിങ്ങളുടെ ലൈഫിന് അവസ്ഥകൾ മാക്സിമൈസ് ചെയ്യും. നിങ്ങൾ ഇപ്പം കാണുന്നതിലും വലിയ രീതിയിലേക്ക് കാണാൻ സാധിക്കണം. ഇത് ഞാൻ അധികം പഠിപ്പിക്കാറില്ല. ഇന്ന് ഞാനിപ്പോൾ പഠിപ്പിച്ച ഈ ഒരു വിഷയം, അത് ആ ലെവലിൽ പഠിക്കാം. ആ ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, വേറെ ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിന്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്, നമ്പർ ഒന്ന് പറഞ്ഞു തരും എനിക്ക് മലയാളത്തിൽ. ഓക്കെ, 8086 8086 880 880
775. 775. ഓക്കെ. അപ്പോൾ ഈ ആ. കോഴ്സ് ഇതിന്റെ ടൈം എന്ന് പറയുന്നത് മോർണിംഗിലാണ്. മോർണിംഗിൽ 6:30ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. 6:30 എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ കഴിയുന്ന ഉടനെ തന്നെ ആ ലിങ്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ എല്ലാവർക്കും നൽകുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലിങ്കാണ് തരിക. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ 6:30ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അന്ന് മോർണിംഗ് ക്ലാസ് ഉണ്ടാവില്ല. വേറെ നമ്മൾ നോർമലി കൊടുക്കുന്ന മോർണിംഗ് ക്ലാസ് ഉണ്ടാവും. 6:30 മുതൽ 7:30 വരെ ഒരു 1 hour 1.5 hour. ഓക്കെ. അടിപൊളി ഒരു ക്ലാസ് ആയിരിക്കും. മോർണിംഗിൽ തന്നെയാണ്. അന്ന് നമ്മൾ നോർമലിയുള്ള മോർണിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പങ്കെടുക്കുക. ഈ അടുത്ത് വരുന്ന ഒരാഴ്ച നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. LMC വിച്ച് ഈസ് ലൈഫ് മാക്സിമൈസേഷൻ കോഴ്സ്. നിങ്ങളുടെ ലൈഫ് മാക്സിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കുറേ സീക്രട്സുകൾ, പുതിയ റിസർച്ച് ചെയ്തിട്ടുള്ള കുറേ സംഗതികൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എക്സസൈസുകൾ ഉണ്ടാകും. അതിൽ നിങ്ങൾക്കൊരു വർക്ക് ബുക്ക് ഉണ്ടാകും. വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യും. മോർണിംഗ് ക്ലാസ് നമ്മൾ നൽകുന്നില്ല അല്ലേ? വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വരുന്ന മൺഡേ ആണ്. ഓക്കെ. ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. സോ അതിലേക്ക് രജിസ്ട്രേഷൻ ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഒക്ടോബർ 1, ഒക്ടോബർ 2. കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 7,500 രൂപയോളം വില വരുന്ന വാല്യൂ ഉള്ള പ്രോഗ്രാമാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫ്യൂച്ചറിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു മാക്സിമം ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് 1,499 രൂപയ്ക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യാം. ഇത് ചെറിയൊരു എമൗണ്ടാണ്, 199 രൂപ. അതെന്തിനാണ്? ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇതെനിക്ക് എല്ലാവരെയും പഠിപ്പിക്കണം. ഓക്കെ. 199 രൂപയ്ക്ക് നിങ്ങൾ എടുക്കാം. 2 days കഴിഞ്ഞാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ വൈകി വരുന്നവർക്ക് 399 രൂപയാണ് നിങ്ങൾ പേയ്മെന്റ് എടുക്കേണ്ടത്. അതായത് 2-ാം തീയതിക്ക് ശേഷം 3, 4 തീയതികളിൽ, 3, 4, 5 ഈ തീയതികളിലാണ് വരുന്നത് നിങ്ങളുടെ പേയ്മെന്റ് വരുന്നെങ്കിൽ, പിന്നീട് 3 ദിവസമുണ്ട്, 3, 4, 5 399 രൂപ നിങ്ങൾ പേയ്മെന്റ് അടക്കണം. കാരണം ഇത് പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവർക്കുള്ള ബെനിഫിറ്റാണ്. ഓക്കെ. ഇപ്പൊ തന്നെ തീരുമാനം എടുക്കുന്ന ആൾക്കാർക്കുള്ള ബെനിഫിറ്റാണ്. ഈ ഒരു നെക്സ്റ്റ് 2 daysനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഡി? ഞാൻ റെഡി. ഓക്കെ. അപ്പൊ ഉള്ളവർ എന്ത് ചെയ്യുക? ഉടൻ തന്നെ എന്ത് ചെയ്യുക? ഇന്ന് തന്നെ ചെയ്യാം. ഈ നമ്പർക്ക് അയച്ചാൽ പോരെ പൈസ? യെസ്, ഈ നമ്പറിലേക്ക് അയച്ചാൽ മതി. ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് 3 ദിവസം, 5-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങളത് ചെയ്യുന്നത് എങ്കിൽ 799 രൂപ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ. ആ ഡിസ്കൗണ്ട് പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. 799 രൂപയ്ക്ക് ഈ കോഴ്സിലേക്ക് വരാം, വൈകി പേയ്മെന്റ് അടച്ചാൽ. കാരണം ലൈഫിൽ നിങ്ങൾ വാല്യൂ, ടൈമിന്റെ വാല്യൂ എന്താണ്, അർജൻസിയുടെ വാല്യൂ എന്താണെന്നുള്ളതായിരിക്കും നിങ്ങളെ പഠിപ്പിക്കണം. പെട്ടെന്ന് ഒരു അവസരം വരുമ്പോൾ അത് ഗ്രാബ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്, ട്രസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്, സംശയിച്ചു നിൽക്കുന്നവർക്ക് എന്താണ് അതിനുള്ള കോസ്റ്റ് ഉണ്ട്, അതിനുള്ള നഷ്ടമുണ്ട്. ആ നഷ്ടം അറിയണം. അപ്പൊ അതാണ്, സംശയിച്ച് നിൽക്കുകയാണെങ്കിൽ വൈകുന്തോറും നിങ്ങൾ, അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. പക്ഷെ വാല്യൂ എന്ന് പറയുന്നത് 7,000 രൂപയോളം വാല്യൂ വരുന്ന കോഴ്സാണ്. അത്രയ്ക്കും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യുക. മാക്സിമം ആൾക്കാർ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 100-ലധികം ആൾക്കാർ ഞാൻ അതിലേക്ക് പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 199 രൂപയുള്ളൂ. വരിക, പങ്കെടുക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുക. 5 days ഇൻറ്റൻസീവ് ട്രെയിനിങ്, വർക്ക് ബുക്ക് നൽകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈഫ് മാക്സിമൈസേഷൻ കോഴ്സ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നല്ല ഇൻഡെപ്ത് റിസർച്ചിനെ ബേസ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് മെത്തേഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന അടിപൊളി ഒരു ക്ലാസ് ആയിരിക്കും, കോഴ്സ് ആയിരിക്കും. ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. അല്ല, ഇതിൽ കയറാത്തവർക്ക് ഇത് എങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കുക? ഇതിൽ ചേരണം എന്നുള്ളവരുണ്ട്, കുറെ ആൾക്കാരിനോട് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ഇതിന്റെ ഇതേ നമ്പർ അയച്ചു കൊടുക്കുക. അവരോട് എന്ത് ചെയ്യുക? പേയ്മെന്റ് അടക്കാൻ പറയാം. പേയ്മെന്റ് അടച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറയാം. 2 days, ഇന്നും നാളെ ആയിട്ടുള്ള ദിവസമേ ഉള്ളൂ കേട്ടോ. കാരണം ചില ആൾക്കാർ ഈ നമ്പറിൽ അന്വേഷിക്കാൻ പറഞ്ഞാൽ മതിയോ? ഈ നമ്പറിൽ അന്വേഷിക്കാൻ പറഞ്ഞാൽ മതിയോ? ഈ നമ്പറിൽ അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി. നമ്പർ താഴെ കൊടുത്തോളൂ. ലൈക്ക് അസ്മാൻ, പ്ലീസ് പ്രൊവൈഡ് യുവർ നമ്പർ.
ഓക്കെ സർ, പോസ്റ്റർ ഉണ്ടോ? മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. യെസ്, പോസ്റ്റർ ഉണ്ട്, ഷെയർ ചെയ്യാം. പോസ്റ്റർ തരാം, നൽകാം. യെസ്, പോസ്റ്റർ ഉണ്ട് കേട്ടോ. ഇത് മാക്സിമം ആൾക്കാർക്ക് എന്ത് ചെയ്യുക, പങ്കെടുക്കുക, മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക. ഇത് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ. താഴെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അസ്മ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. സഫീന, ആർ യു ദേർ? Okay, Safina, I think, yeah. Yes, sir. Yes. Meditation കഴിഞ്ഞു. മെഡിറ്റേഷൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, അഡ്വാൻസ് പ്രോഗ്രാം എങ്ങനെയുണ്ട്? സൂപ്പർ, പൊളിയല്ലേ? എന്താ പറയാനുള്ളത്? അഡ്വാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്താലോ സഫീന, എന്താണ് ഫീൽ, എന്താ പറയാനുള്ളത്? ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായി അവിടേക്ക് വരുമ്പോ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടേണ്ടത് അവിടുന്ന് കിട്ടി. അതാണ് എന്റെ ഏറ്റവും വലിയൊരു തേടി നടന്നത് കിട്ടി. ഹസ്ബൻഡ് എന്ത് പറഞ്ഞു കണ്ടിട്ട് 3 ദിവസത്തിന് ശേഷം? അവർക്കിത് ഞാനാണോ എന്നുള്ളൊരു സംശയ. എല്ലാവർക്കും, മക്കൾക്കാണോ, എല്ലാവർക്കും ഒരു എന്താ പറയാ, എന്താ സംഭവിച്ച എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വ്യക്തമാക്കി പറയുന്നില്ല. അവർക്കൊക്കെ അത്ഭുതം സത്യത്തില്. ഓക്കെ, വെരി ഗുഡ്, ഐ എം ഹാപ്പി. സഫീനയ്ക്ക് ശരിക്കും വല്ലാത്ത ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ? ആ ലാസ്റ്റിലും ആ ഫൈനൽ മെഡിറ്റേഷനും കൂടി ഞങ്ങൾ സംഭവിച്ച 3ാമത്തെ ദിവസം എന്താ ഉണ്ടായത്? നമ്മളൊക്കെ ലൈഫിൽ അങ്ങനെ ആയി തീരണം, ആ ഒരു പീസ് അനുഭവിക്കണം എന്നുള്ള ആ ഒരു ലെവലിലാണ് എല്ലാവരും ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മളൊക്കെ ഇത് എവിടാ കിട്ടുക എന്നുള്ള തേടിക്കൊണ്ടിരിക്കുകയാണ്. തേടി ഞാൻ എത്തേണ്ടിയടുത്ത് എത്തി, എനിക്കത് കിട്ടി. അൽഹംദുലില്ലാ, താങ്ക് യു സോ മച്ച് സർ. വെൽക്കം. എല്ലാരും ഇതൊന്ന് എന്താ പറയാ, ഞാനത് അനുഭവിക്കുന്നവർ എൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഈ ലോകത്ത് എല്ലാവരും ഈ സമാധാനം അനുഭവിക്കണം, ഈ സമാധാനം ഈ ലോകത്ത് എല്ലാവരും അനുഭവിക്കണം. എനിക്ക് മാത്രം പോരാ, എല്ലാവർക്കും ഇത് കിട്ടണം. അതന്നെ ഇന്റൻഷൻ വരുന്നത്. അപ്പൊ അത്രക്ക് ലോകത്ത് ഞാൻ എന്താണ് അനുഭവിച്ചത് അതേ രീതിക്കൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ ആരും തിരിച്ചറിയുന്നില്ല. തീർച്ചയായിട്ടും അതിലേക്ക് എത്തട്ടെ, എല്ലാവർക്കും എത്താൻ പറ്റട്ടെ. എല്ലാവരും നന്നായിട്ട് ഇഷ്ടത്തോടു കൂടെ ഇതിലോട്ട് വരാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെടുക. എന്താ ഇവിടെ വരുന്നത് നിങ്ങൾ സംശയിച്ച് നിൽക്കണ്ട. ഇവിടെ എത്തിയാൽ നിങ്ങൾ എന്താണ് ലൈഫിൽ എന്തൊക്കെ എൻജോയ്മെന്റ് ആണോ നിങ്ങൾ എന്താ പറയാ ആഗ്രഹിക്കുന്നത്, അതെല്ലാം ഇവിടെ ഉണ്ട്. കംപ്ലീറ്റ് ട്രാൻസ്ഫോമോ. ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തൊക്കെ ഉണ്ട് അവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു മാറ്റമില്ല, കംപ്ലീറ്റ് ഞാൻ ചേഞ്ച് ആയി. എനിക്ക് എങ്ങനെ ഇവിടെ എന്താ പറയുക, ബട്ടർഫ്ലൈയെ പോലെ ഇങ്ങനെ പാറി നടന്നാൽ മതി. എന്താ അത്രയും പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല. ഞാൻ എന്താ പറയാ, അങ്ങനെ അതിലൊരു പേരിയായിട്ട് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ല. ഈ ഒരു സ്നേഹം, സമാധാനം, സന്തോഷം ഇങ്ങനെ എപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും വന്നു പോണ ഒരു സന്തോഷം, സമാധാനമല്ല. ഓരോ നിമിഷത്തിലും ആ സമാധാനം ആശ്വസിച്ചു ആ ഒരു നിലനിൽപ്പ്, ആ ഒരു അലൈൻമെന്റിൽ നിന്ന് വിട്ടുപോവാതെ നല്ലൊരു അന്തരീക്ഷം. എന്താ പറയാ, എല്ലാം സ്നേഹം, എല്ലാം സന്തോഷം. താങ്ക് യു. ഉഷാറാവട്ടെ മാം, താങ്ക് യു സോ മച്ച്. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ അഡ്വാൻസ് പ്രോഗ്രാം ഒക്കെ അടുത്ത മാസം വരുന്നുണ്ട്. നവംബർ 15, 16, 17. ഓക്കെ, ആഗ്രഹിച്ചോളൂ, വിഷ്വലൈസ് ചെയ്തോളൂ, പ്രോഗ്രാമിലേക്ക് എത്തുക കേട്ടോ. ഇപ്പം ഷെയർ ചെയ്തതുപോലെ എന്തോ ഒരു സാധനമുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം, അത് നിങ്ങൾ നേടിയെടുക്കുക. ഓക്കെ, ഇപ്പൊ പറഞ്ഞു നമ്മളിപ്പോൾ അതല്ലല്ലോ സംസാരിക്കുന്നത് അല്ലേ? നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വരുന്ന ആഴ്ച 2 days ഉണ്ട്, 199 രൂപയുള്ള ലൈഫ് മാക്സിമൈസേഷൻ കോഴ്സ്. നിങ്ങൾ പങ്കെടുക്കുക, ലൈഫ് ചേഞ്ച് ചെയ്യുക. വെറും 199 രൂപ, അതിലെല്ലാവരും പങ്കെടുക്കുക. സഫീന, ഐ മീൻ ഓൾറെഡി ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും എന്ത് ചെയ്യുക, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ, എവ്രി വൺ. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് കോഴ്സിൻ്റെ റെക്കോർഡ് കിട്ടും. ഡെഫിനറ്റ്ലി റെക്കോർഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വർക്ക് ബുക്ക് ഉണ്ടാകും, കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടാകും. ഡെഫിനറ്റ്ലി അതൊരു ഭയങ്കര വലിയ രീതിയിൽ നിങ്ങളുടെ ഷിഫ്റ്റ് ചേഞ്ച് സാധ്യതയുള്ളതാണ്. ആരൊക്കെ പങ്കെടുക്കും? വെറും 199 രൂപയുള്ളൂ. ജസ്റ്റ് കമൻറ്റ് ഓൺ മീ.
കമന്റ് ഓൺ മീ ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്താ വെച്ചാൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ആരൊക്കെ പേയ്മെന്റ് ചെയ്തു? ഓൾറെഡി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. സയ്യാഫ്, ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ആരൊക്കെ ഓൾറെഡി പേയ്മെന്റ് ചെയ്ത ആൾക്കാർ? പേയ്മെന്റ് ചെയ്ത ആൾക്കാർ കമന്റ് ചെയ്യുക ഇപ്പൊ തന്നെ. ഫൗസിയ പറയുന്നു മീ, ഷെരീഫ മീ, ഓക്കെ മീ, ഫസീല മീ, വെരി ഗുഡ്, ജിനി മീ, പെയ്ഡ് ഓൾറെഡി, യെസ്, അൻഷ അജിത്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വേറെ ആരൊക്കെ പേയ്മെന്റ് ചെയ്തു? പേയ്മെന്റ് ചെയ്ത ആൾക്കാരൊക്കെ പറയൂ കേട്ടോ. പേയ്മെന്റ് ചെയ്ത ആൾക്കാരൊക്കെ പറയൂ. ഓക്കെ, 199 രൂപ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയാണ്. ഇപ്പൊ തന്നെ പേ ചെയ്തോളൂ. ഞാൻ എന്നാ ഹസ്ബൻഡ് ബന്ധപ്പെട്ടോളാം. അപ്പൊ അത് ഈ ഒരു അവസരം ആദ്യത്തെ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 30 പേർക്ക് മാത്രമാണ് ഈ അവസരം ഉണ്ടാവുക. അതും കൂടെ ശ്രദ്ധിക്കുക. 2 ദിവസത്തിൽ പേ ചെയ്യണം, പക്ഷെ ആദ്യത്തെ 30 പേർക്ക്. ഓക്കെ, ആ 30 പേര് ആവുന്നത് ഇപ്പൊ തന്നെ ആൾക്കാർ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെയ്ഡ് ഓൾറെഡി. നിങ്ങൾ അധികം വൈകണ്ട, നോക്കി നിൽക്കേണ്ട. നമ്പർ നിങ്ങളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086880775. ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാനാണ് നമ്പർ പറഞ്ഞിരുന്നത്. 10 മണിക്ക് ചെയ്യും ഫസീല. ഓക്കെ, വൈകണ്ട, 10 മണിക്ക് വൈകണ്ട. ആദ്യത്തെ 30 പേർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്, ഈ ഒരു ഓഫർ ഉള്ളത്. 30 പേർക്ക്. ആ 30 പേര് എന്ത് ചെയ്യുക, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രാബ് ചെയ്യുക ഓപ്പർച്യൂണിറ്റി, മറക്കണ്ട. ഓക്കെ കേട്ടോ, ആദ്യത്തെ 30 പേർക്ക് അവസരമുണ്ട്. ആ 30 പേരിനുള്ളിൽ വരാൻ ശ്രമിക്കുക. 199 രൂപ അല്ലെങ്കിൽ 399 രൂപയ്ക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡൺ. ഫൗസിയ ഡൺ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഓക്കെ, വേറെ ആരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ലൈഫിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കുണ്ട് അല്ലേ? ആ തോട്ട് വരുന്ന സമയത്ത് ഇതെനിക്ക് അറ്റൻഡ് ചെയ്യണം, ഇത്രയും കോസ്റ്റ് കുറഞ്ഞിട്ട്, ഇത്രയും ലാഭത്തിൽ, ഇത്രയും ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പ്രോഗ്രാം എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കി നിൽക്കരുത്. വെൻ ഡൺ. ആയിഷ പറയുന്നു ഡൺ, വെരി ഗുഡ്. ഇപ്പൊ തന്നെ ഏകദേശം എത്ര ആൾക്കാരെ? ഐ വിൽ ചെക്ക്. 30 പേരിൽ ഏകദേശം ഇനി ഇവിടെ തന്നെ ഓൾറെഡി ഇപ്പം ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഏകദേശം ഒരു 8 ആൾക്കാരായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. കൺഗ്രാറ്റുലേഷൻ ഫൗസിയ, കൺഗ്രാറ്റുലേഷൻ ആയിഷ മാം, കൺഗ്രാറ്റുലേഷൻ. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ഇനി വൈകരുത്. ആദ്യത്തെ 30 പേർക്കാണ് ഈ ഒരു അവസരം. അത് കഴിഞ്ഞാൽ 399 രൂപയാണ്. ദിസ് ഈസ് യുവർ ചാൻസ്, ദിസ് ഈസ് യുവർ മൊമെന്റ്. ഓക്കെ, ആ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൺ, ഡൺ. ഓക്കെ, ഷംസ് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരൊക്കെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഗൂഗിൾ പേ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8086880775 എന്ന് പറയുന്ന നമ്പറിലേക്ക്. ഓക്കെ, ആദ്യത്തെ 30 പേർക്കാണ് ഈ ഒരു അവസരം. ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ഇപ്പൊ തന്നെ ചെയ്യുക. തീരുമാനങ്ങൾ ഇങ്ങനെയാണ് ഞാൻ എടുപ്പിക്കുന്നത്. ഓക്കെ, ലൈഫിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വൈകി നിൽക്കരുത്. നമ്മുടെ പ്രോബ്ലം എന്താ? ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള അവസരം വരും. അവസരം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നല്ല അവസരങ്ങൾ വരികയാണ്, നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണ്. അധികം റിസ്ക് ഒന്നുമില്ല. ആ റിസ്ക് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങണം. ഹൈ റിസ്ക് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്ത് ഉടനെ ചാടി ഇറങ്ങരുത്. ഹൈ റിസ്ക് ഉള്ളത്. ഓക്കെ, അതേ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക കേട്ടോ. അതേ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക. അതേ നമ്പറിലേക്ക് അയക്കാം സ്ക്രീൻഷോട്ട്. ഓക്കെ, ഉടൻ തന്നെ പേയ്മെന്റ് എടുക്കുക. അതേ നമ്പറിലേക്ക് എന്ത് സ്ക്രീൻഷോട്ട് അയക്കുക. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഓൾറെഡി സയ്യാഫ് ചെയ്ത് കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. ആൻഡ് വി ഹാവ് ഇവിടെ മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് വരുന്നതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് അയക്കുക. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അനില ചെയ്ത് കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ, വെരി ഗുഡ്. സയ്യാഫ് ചെയ്ത് കഴിഞ്ഞു. തഹസീൻ, കൺഗ്രാറ്റുലേഷൻ. ആൻഡ് വി ഹാവ് വഹാബ്, congratulations. Okay, and Fauziya, congratulations. Jayshad, congratulations. Jasila, congratulations. Yes, fantastic. Asma, congratulations. Sharifa, congratulations. So already in Pinyaga seat at Hanna, congratulations. Okay, Mohammed, yes, congratulations. Mohammed Ashif, congratulations. Wahab, congratulations. നിങ്ങൾക്ക് 2 പേർക്ക് ചെയ്യാനുണ്ടെങ്കിലും ഉടൻ തന്നെ ചെയ്യട്ടോ. വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനോ ഒക്കെ ആരെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. സോ 1 2 3 4 5 6 7 8 9 10 ഇനി 20 പീപ്പിളിനെ ഉള്ള അവസരം. ജസീല, ഓക്കെ, വെരി ഗുഡ്. ഇനി 20 ആൾക്കേ അവസരമുള്ളൂ. കാരണം ഏകദേശം 10 പേര് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് യുവർ മൊമെന്റ്. നമുക്ക് നല്ല അവസരങ്ങൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, ശ്രദ്ധിക്കണം, ഞാൻ 1% ക്ലബിൽ എപ്പോഴും ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ കുറഞ്ഞ റിസ്കിൽ ഒരവസരം വരുമ്പോൾ നോക്കി നിൽക്കരുത്. ട്രസ്റ്റ് ഓൺ ഇറ്റ്, ആക്ട് ഓൺ ഇറ്റ്. ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള അവസരം എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് എന്നുള്ളതാണ്. ലൈഫ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഗ്രോത്തിന്റെ, വളർച്ചന്റെ, മാറ്റത്തിന്റെ വേഗത കൂടുന്നത് എപ്പോഴാണ്? ആ വേഗത കൂടുന്നത് നമ്മൾ എപ്പോഴാണോ ഫാസ്റ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത്. ട്രസ്റ്റ് എന്ന് പറയുന്ന എലമെന്റാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ റിസ്ക് ഒന്നുമില്ല. വലിയ റിസ്ക് ഇല്ലാത്ത, വലിയ തലവേദന ഉണ്ടാകാത്ത 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. വല്ലാണ്ട് ഹെഡ് ഏക്ക് റിസ്ക് ഉണ്ടോ നോക്കുക. നമ്മൾ ഒരാളുടെ കൂടെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഹെഡ് ഏക്ക് റിസ്ക് ഉണ്ടോ? ഞാൻ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് തലവേദനയായി മാറും ഈ സാധനം. ഓക്കെ. രണ്ടാമതെന്ന് പറയുന്നത് മണി റിസ്ക് എത്രത്തോളം ഉണ്ട്, പണത്തിന്റെ റിസ്ക്. ഇയാളുടെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ് പൈസ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മണി റിസ്ക് എത്രത്തോളം ഉണ്ട്. അടുത്ത റിസ്ക് എന്താണ്? ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ലോക്കായിട്ട് പോകുന്നോ, പ്രശ്നമുണ്ടോ? ഈ 3 റിസ്ക്, നിങ്ങളുടെ ടൈം റിസ്ക്, മണി റിസ്ക്, അതേപോലെ തന്നെ ഹെഡ് ഏക്ക് റിസ്ക്, ഇത് വല്ലാണ്ട് നിങ്ങൾക്കൊരു കോസ്റ്റ് ആയിട്ട് വരുന്ന, വലിയ കോസ്റ്റുകൾ വരുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യാൻ പാടും. അല്ലാതെ വളരെ ചെറിയ കോസ്റ്റ് ഒരു സംഗതി വന്നാൽ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യുക, ജമ്പ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പൊ വീണ്ടും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ചേഞ്ച് യുവർ ലൈഫ്. ഫസീല കൺഗ്രാറ്റുലേഷൻ, മോസിന കൺഗ്രാറ്റുലേഷൻ, ഫൗസിയ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഏകദേശം ഇനി 17 പേർക്കാണ് ഈ ഒരു അവസരമുള്ളത്. പോസ്റ്റർ പെട്ടെന്ന് സെൻഡ് ചെയ്യാമോ? യെസ്, പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാം. വിൽ ഡു ദാറ്റ്. ഡോണ്ട് വറി ഫൗസിയ. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് അടച്ചിടാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് അടച്ചിടാം. എന്നിട്ട് അവർ ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് റീഫണ്ട് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരു ബ്ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ 199 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റർ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം ഒഫീഷ്യലി ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന 10 മണിയാവും. അപ്പോൾ ആ സമയത്തിനുള്ളിലാണ് നമുക്ക് അതിൻ്റെ പോസ്റ്റർ അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് എന്ത് ചെയ്യുക, ഇത് ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വെറും 199 രൂപയല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ള, അവരുടെ ലൈഫിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ, ഈ പ്രോഗ്രാം ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതിയാണ്. ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. നമ്പർ മാറരുത് കേട്ടോ. നമ്പർ ഒന്നുകൂടെ പറയാം, 8086880775. അതാണ് നമ്പർ. ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ആ മെസ്സേജ് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഇത് ഞാൻ എന്താ വെച്ചാൽ മാക്സിമം ആൾക്കാർ ഇതിലേക്ക് എന്ത് ചെയ്യുക, വരിക, ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യുക. ഓക്കെ. സാബിത മാം, ഡൺ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് യുവർ മൊമെന്റ്. ഗ്രാബ് ദിസ്, ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ. ലൈഫ് ചേഞ്ച് ചെയ്യാം, കുറെ പേരിലേക്ക് എത്തിക്കാം. വെരി ഗുഡ്. കാരണം ഇത് അങ്ങനെ ഒരുപാട് പേരിലേക്ക് പലരും എന്താ പറയുക, ആഗ്രഹിച്ചിട്ട് പലർക്കും എത്താൻ കഴിയാത്ത, അല്ലെ കുറേ പെയ്ഡ് വലിയ പ്രോഗ്രാമാണ്, വലിയ പേയ്മെന്റ് ആണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുകൂടെ പറഞ്ഞുതരാം. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന്, നിങ്ങളുടെ വിഷൻ ചേഞ്ച് ആകും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഉണ്ട്. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച്, ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അടുത്തത് നമ്മൾ പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് നൽകുന്നത് ചില സ്കിൽ സെറ്റുകളാണ്. ആ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതേപോലെ തന്നെ സ്കിൽ സെറ്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ലെവലിലേക്കുള്ള, നമ്മൾ സെറ്റ് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള, ഗ്രോ ചെയ്യുന്ന നെക്സ്റ്റ് ലെവലിലേക്കുള്ള എക്സ്പാൻഡഡ് ആയിട്ടുള്ള വിഷനുള്ള ആ ലെവലിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചില സ്കില്ലുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ സ്കില്ലുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. അതെന്തൊക്കെ സ്കില്ലുകളാണ്, ഏതെല്ലാം ക്വാളിറ്റീസ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വർക്ക് ബുക്കുകൾ തന്നിട്ട് അതിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഡെപ്തിലൂടെ നിങ്ങൾ പ്രോസസ്സിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അടുത്തെന്ന് പറയുന്നത്
നിങ്ങൾക്ക് വേണ്ട ചില ഹാബിറ്റ്സുകളാണ്. ആ ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് പഠിപ്പിക്കും. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സെൽഫ് ഡിസിപ്ലിൻ, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, കൺസിസ്റ്റൻസി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ടൈം മാനേജ്മെന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇതിന് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ മെത്തേഡ്സുകളുണ്ട്. ആ മെത്തേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബെസ്റ്റ് പ്രാക്ടീസസ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് ലഭിക്കുന്നതായിട്ടുള്ള സംഗതികൾ നമ്മൾ പഠിപ്പിക്കും. ഇതിന് പുറമെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാം, നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ മാനേജ് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ മാനേജ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹെൽത്ത് വൈസ് നിങ്ങൾ നല്ല ഫിറ്റ് ആവണം, സ്ട്രോങ് ആവണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കരിയർ വൈസിൽ നല്ല ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് വൈസ് നല്ല ചേഞ്ചസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദിസ് പ്രൈസ് റൈറ്റ് നൗ ടുഡേ. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഇപ്പൊ ഇവിടെ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഏകദേശം 35-40 പേരുണ്ട്. മോർണിംഗിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഒരു 199 രൂപ ഫീ പറഞ്ഞിട്ടും ഇനിയും ചില ആൾക്കാർ ചെയ്യുന്നില്ല. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു? വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു? എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? നിങ്ങൾക്ക് എല്ലാം ഈ പറഞ്ഞ പോലെ ചീപ്പായിട്ടും ഫ്രീ ആയിട്ടാണോ ലഭിക്കുന്നത്? ഡോണ്ട് ബി എ ചീപ്പ് പേഴ്സൺ. എന്താ വേണ്ടത്? ഡോണ്ട് ബി എ ഫ്രീ ലോഡർ. Give something. Be serious about it. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സാധനം നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. എനിക്ക് മനസ്സിലായി മാം, കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ പേയ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇതിലൊരാൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ഞാൻ തരാം. നോ ഇഷ്യൂ. ഞാൻ ഇതിലുണ്ടേ. ഓ ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ജസ്റ്റ് ടേക്ക് ദിസ് ഈസ് എ മൊമെന്റ്. ഞാൻ ചിലർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യെസ്, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ അനിത മാം, കൺഗ്രാചുലേഷൻ മിനി, കൺഗ്രാചുലേഷൻ. സോ നൗ നമുക്ക് ഇവിടെ ഏകദേശം 13 പേര് 14 പേരായി കഴിഞ്ഞു. ഇനി 16 പേർക്കാണ് ഈ അവസരമുള്ളത്. ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ ടുഡേ. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ പകുതിയായി. നാളേക്ക് ഇതിന് ഡേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ ഓപ്പർച്യൂണിറ്റി എടുക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്ക് ഇതുവരെ ഞാൻ തന്നിട്ടില്ല. അപ്പൊ തരുമ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട, കുറഞ്ഞ റിസ്ക് ഉള്ളൂ, ചാടി കയറി പിടിക്കുക. ഇത്തരത്തിലുള്ള അവസരങ്ങൾ എപ്പോഴും വരില്ല, ചാടിക്കൊണ്ടേയിരിക്കണം എന്നാ പറയാം. അവസരങ്ങൾ എപ്പോഴാണ് മുകളിലൂടെ പോകുന്നത്, നമ്മൾ ചാടിക്കൊണ്ടേയിരിക്കണം. ചില സമയത്ത് ഇത് അങ്ങോട്ട് കിട്ടും ചാടുമ്പോൾ. അതായത് നമ്മൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, ചാടിക്കയറി പിടിക്കുക. പിടിച്ചിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്ന അവസരം പിടിക്കുക, ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ദിസ് ഈസ് എ മൊമെന്റ്, ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്, എല്ലാവരെയും അറിയിക്കുക, എല്ലായിടത്തേക്ക് എത്തിക്കുക. ടുഡേ യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി, ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് മാത്രം പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ലൈഫ് മാക്സിമൈസേഷൻ കോഴ്സ്, ഐ എം റിയലി എക്സൈറ്റഡ്. ഓക്കെ, താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ് ഇമ്മീഡിയറ്റ്ലി. ഓൾറെഡി തീരുമാനമെടുത്ത നിങ്ങൾ ഫാസ്റ്റ് ഡിസിഷൻ ടേക്കേഴ്സ് ആണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ വിജയിക്കും, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആകും. വേറെ അത്രയ്ക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യമാണ്, മാറ്റം വേണം എന്നുള്ളത് അതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. സോ തീരുമാനമെടുത്ത എല്ലാവരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് ദ ഡിസിഷൻ. ദിസ് ഈസ് യുവർ ടുഡേ, ദിസ് ഈസ് യുവർ മൊമെന്റ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഞാൻ ഇത് ചെയ്യണോ എന്നുള്ളത്. ചെയ്യണോ? യെസ്, കൺഗ്രാറ്റുലേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആരാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇത് വലിയ 50,000 രൂപയാണോ പറഞ്ഞത്? 7,000 രൂപയാണോ പറഞ്ഞത്? 1000 രൂപയാണോ പറഞ്ഞത്? അതിന്റെ റിസ്ക് പോലും ഇല്ല. ഒരു 199 രൂപ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ്. എത്ര പേര് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ എത്ര പേര് ആൾക്കാർ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് കാണണം. ഓക്കെ, അല്ല നിങ്ങൾ ലൈഫിൽ എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്ഥലത്ത്
എടാ ഫ്രീ ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനമില്ല. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. വളരെ അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ പുട്ട് സം എഫർട്ട്, ഗിവ് സം മണി. ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഈ പേയ്മെന്റ് കൊടുത്തിട്ടാണ്, ഇതൊരു ചെറിയ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങി. പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങളൊരു വാല്യൂ അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങുന്ന ഏതൊരു അറിവിനും നിങ്ങളൊരു വാല്യൂ കൽപ്പിക്കും. ഹലോ, നമ്പർ ഒന്നുകൂടെ പറയോ? നമ്പർ ഒന്നുകൂടെ പറയാം. നമ്പർ ഇതാണ് 8086880777. ഓക്കെ, കുറേ പേരിലേക്ക് എത്തിക്കാം. ഇതൊരു അവസരമാണ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ക്ലിയർ ആയിട്ട് പറയണോ, എനിക്ക് അത്ര പെട്ടെന്ന്. ഇതാ നമ്പർ, ഇതാ ഒന്നുകൂടെ പറയാം. 8086 808686775 കേട്ടോ. എങ്ങനെയാണ്? 8086 8086775 ഈ നമ്പറിലേക്ക് അയക്കുക കേട്ടോ. 8075 775 ആണ് കേട്ടോ. ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ചാറ്റിൽ നോക്കൂ. ഓക്കെ, ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. ഇത് എനിക്ക് തോന്നുന്നത് 10 മണിക്ക് മുൻപ് തന്നെ, 10 മണിക്കല്ല, ഐ തിങ്ക് എനിക്ക് 9 മണിക്കുള്ളിൽ തന്നെ ഇത് ക്ലോസ് ആവുന്ന എനിക്ക് തോന്നുന്നത്. യുവർ ഓപ്പർച്യൂണിറ്റി 30 പേർക്കുള്ള. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 399 ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ അധികം വൈകണ്ട, ഇമ്മീഡിയറ്റ്ലി പേയ്മെന്റ് ചെയ്തോളൂ. ഞാൻ ഒരാൾക്ക് മാത്രം അവസരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ മൈമുനത്ത് മാമിനാണ്. മൈമുനത്ത് മാമിന് ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരാൾക്കും ഇല്ല. എല്ലാവരും എന്ത് ചെയ്യാം, എന്റെ സമയം വേണം നീട്ടെ. എനിക്കും ഇതിന്റെ ഓലായിട്ട് തമ്മിൽ ബന്ധപ്പെട്ടിട്ട് വേണം. പൈസ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ജമീല മാമിനും സമയം വേണം. ഓക്കെ, ഞാനും പറഞ്ഞു എന്റെ അതിനുള്ള ഞാൻ പറയാണ്, എനിക്കും വേണം 10 മണിയാവണം. ഓക്കെ 10 മണി. ഓക്കെ, ആരൊക്കെ ഇപ്പൊ പറഞ്ഞത്? ദുബായിലുള്ളവർക്കൊക്കെ പറ്റുമോ? ഓ, ദുബായിലുള്ളവർക്കൊക്കെ വരാലോ. എല്ലാവർക്കും പങ്കെടുക്കണം. ടൈം ഇതേ ടൈം, നമ്മൾ ഈ ക്ലാസ് എടുത്ത ടൈം ഇല്ലേ, ഈ ടൈം ഈ ക്ലാസ് ഉണ്ടാവില്ല അടുത്ത ആഴ്ച. 7:30 അതായത് 7:30 വരെയാണ് ക്ലാസ്. അതായത് 7:00 ശേഷം അല്ലല്ല, 6:30 മുതൽ, അതായത് നമ്മുടെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ 6:30 മുതൽ ക്ലാസ് തുടങ്ങും. 6:30 മുതൽ ക്ലാസ് തുടങ്ങിയിട്ട് വേറെ 8 മണി വരെ ക്ലാസ് ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ക്ലാസ് പങ്കെടുക്കുക, ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കേൾക്കുന്നില്ല? എന്താണ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. അതായത് ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഇമോഷനും ബിലീവ് സിസ്റ്റം കൂടി ഒരു കണക്ഷൻ ഉണ്ടാവും. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനും നെഗറ്റീവായിട്ടുള്ള ഇമോഷനും ബിലീവ് സിസ്റ്റം തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. നമ്മുടെ ബിലീവ് സിസ്റ്റമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യം? ഡെഫിനറ്റ്ലി. മറ്റുള്ളവരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ഒന്ന് പറഞ്ഞു? എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? റെസ്പെക്ട്, ലവ്, സപ്പോർട്ട്, ഇങ്ങനത്തെ ഒക്കെ നല്ല കണക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ മറ്റുള്ളവർ നമ്മളോട് തരുന്ന ഇമോഷൻസ്, ഇതിനെ പറയുന്ന പേരല്ലേ ട്രോമ. അവർ നെഗറ്റീവായിട്ട് തന്നാൽ അതിന് ട്രോമ എന്ന് പറയും. ആ ട്രോമ നമ്മളെ ബാധിക്കും. ചെറുപ്പത്തിൽ നമുക്കെല്ലാം മറ്റുള്ളവർ തന്നതാണ്. മറ്റുള്ളവർ തന്നതാണ് അറിവ്, മറ്റുള്ളവർ തന്നതാണ് ഇമോഷൻസ്, മറ്റുള്ളവർ തന്നതാണ് അവർ നമ്മളോട് പെരുമാറിയതാണ്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വാല്യൂസ് ആയിട്ടും മീനിങ് ആയിട്ടും ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടായിട്ടും മാറുന്നത്. അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമായിട്ട് ഡെഫിനറ്റ്ലി മാറും. അവസരങ്ങൾ അവർ സപ്പോർട്ട് തന്നില്ല, അത് നമ്മളെ ബാധിക്കും. കാരണം ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് സപ്പോർട്ട് വേണം. ഇപ്പോഴും സപ്പോർട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ അഡൽട്ടായി മാറി. ഇപ്പോൾ നമ്മൾ അവരുടെ സപ്പോർട്ടല്ല ചോദിക്കേണ്ടത്, അവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കല്ല വേണ്ടത്. മറിച്ച് എന്താ വേണ്ടത്? നമ്മൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. പ്രായപൂർത്തിയായി, പക്വതയായി, 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സ്, ഇനി അവരുടെ ആരുടെയും സപ്പോർട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റും, സ്വന്തമായിട്ട് കഴിവുണ്ട്, സ്വന്തമായിട്ട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ സപ്പോർട്ടും പ്രതീക്ഷ നടക്കരുത്. സപ്പോർട്ട് കിട്ടുന്നില്ല, ഇറങ്ങിക്കോണം സ്വപ്നത്തിന്റെ പുറകെ. രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരാൾക്ക് ഒരാൾക്ക് നടക്കാൻ കഴിയില്ല. അയാൾ ഒരു ബിലീഫ് സിസ്റ്റമോ ഒരു സപ്പോർട്ടില്ലായ്മയോ ഒരു സംഗതികളൊന്നും അയാൾക്ക് ബാധകമില്ല. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് പലപ്പോഴും ഇങ്ങനെ ആഗ്രഹമുണ്ട്, ഞാനിങ്ങനെ ഒരു വാൻ ലൈഫ്, ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, RV ലൈഫ് ആ ലെവലിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാനും, ട്രാവൽ ചെയ്തുകൊണ്ട് കുറേ ക്ലാസ്സുകൾ നടത്താനും, ട്രാവൽ ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളിലൊക്കെ. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ഒരു വീഡിയോസ് ഇങ്ങനെ കാണും ചില ഇൻസ്റ്റഗ്രാമിൽ. അപ്പം
ആ വീഡിയോസ് കാണുമ്പോൾ ഇവരൊക്കെ ഓൾറെഡി അവരുടെ സ്വപ്നങ്ങൾ ജീവിക്കുന്നു. എനിക്കൊന്നുകൊണ്ട് പറ്റുന്നില്ല, ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം, കുറേ കാലങ്ങളായിട്ട് എനിക്കൊരു ആഗ്രഹം ട്രാവൽ ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ബട്ട് സ്റ്റിൽ അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ട്രാവൽ ചെയ്യുന്ന ഒരു വീട് പോലുള്ള സൗകര്യമുള്ള ഒരു വാൻ ലൈഫ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ക്യാരവനിൽ പോലുള്ള സംഗതി എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല? ബിക്കോസ് ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതിന് ഞാൻ എന്നോട് ചോദിക്കുമ്പം അതിന് ഉത്തരം കിട്ടുന്ന വെച്ചാൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ പലതും ഉപേക്ഷിക്കേണ്ടി വരും, പലതും മാറ്റി വെക്കേണ്ടി വരും. യെസ്, പല ആൾക്കാരും ചിലപ്പോൾ എതിർത്തെന്ന് വരും, പലരോട് നോ പറയേണ്ടി വരും. ഞാൻ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിലേക്ക് ഞാൻ എത്താത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ്, നമ്മുടെ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സീരിയസ് ആണെന്നുണ്ടെങ്കിൽ പ്രൂവ് ഇറ്റ്, തെളിയിക്കും നിങ്ങൾ സീരിയസ് ആണെന്നുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ഉത്തരവാദിത്തം. എല്ലാവരെയും വിഷമിപ്പിക്കണമെന്നോ മറ്റുള്ളവരൊക്കെ വിഷമിപ്പിക്കണമെന്നോ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഉപേക്ഷിച്ചിട്ട് പോകണമെന്നുള്ളതല്ല. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സീരിയസ് ആണെങ്കിൽ അത് നടക്കും. മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടോ? ഒരാളുടെ സപ്പോർട്ടും വേണ്ട. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലേഡിയുടെ ഒരു വീഡിയോ കണ്ടു. ഡിവോഴ്സ് കഴിഞ്ഞിട്ട് നീ ഡിവോഴ്സ് ചോദിക്കുന്നുണ്ടല്ലോ, നീ ഡിവോഴ്സ് ചോദിച്ചിട്ട് നീ ഡിവോഴ്സ് ആയിട്ട് 2 കുട്ടികളായിട്ട് എങ്ങനെ ജീവിക്കുന്നത് കാണുന്നു ഭർത്താവ് വെല്ലുവിളിച്ചു. ആ വീഡിയോയുടെ കമൻസ് 5000-ലധികം കമൻസ് ഉണ്ട്. ആ ഭാര്യ ഓൺലൈനിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് ചെറിയൊരു കട തുടങ്ങിയിട്ട് പിന്നീട് ആ കടകളിൽ സാധനങ്ങൾ, ഡ്രസ്സുകൾ വിറ്റ് ആ ലേഡി ഒരു ബൈക്ക് വാങ്ങിച്ചു, സ്കൂട്ടി ആദ്യം വാങ്ങിച്ചു, പിന്നെ ഒരു വീട് വെച്ചു, മക്കൾ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു. സാധാരണ ഒരു ഇത്താത്ത മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. അവിടെ പിന്നെ ബിലീഫ് സിസ്റ്റം പഴയതോ സംഗതിയോ ഒന്നും അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, അതും ചിന്തിച്ചുകൊണ്ടിരിക്കൂല. എന്ത് ബിലീഫ് സിസ്റ്റം? ആ ഇത്താത്തക്ക് ബിലീഫ് സിസ്റ്റം ഒന്നുമില്ല. ആ ഇത്താത്തക്ക് വാശിയായിരുന്നു. ആ ഇത്താത്തക്ക് എന്ന് വെച്ചാൽ ആളുടെ ബിലീഫ് സിസ്റ്റം വെല്ലുവിളിച്ചവൻ്റെ മുൻപിൽ പൊരുതിയിട്ട് ജീവിച്ചിട്ടുള്ളതാണ്. അവിടെ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മടിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നീട്ടിവെക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, കംഫർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് ബീസ്റ്റ് മോഡാണ്. അത് അധ്വാനിക്കുക, കഷ്ടപ്പെടുക, പണിയെടുക്കുക, വിയർത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, വിചാരിച്ചത് നേടിയെടുക്കുക. അവിടെ സർവൈവ് ചെയ്യുക, ത്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും അവർ ചെയ്തത്? അത്തരത്തിലുള്ള ക്വാളിറ്റീസ് അറിയാൻ താല്പര്യമുണ്ട്, രജിസ്റ്റർ ചെയ്തോളൂ പ്രോഗ്രാമിന്. അങ്ങനത്തെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഞാൻ കാണിക്കും. ആ ലേഡിയുടെ സ്റ്റോറിയും ആ വീഡിയോ ഒക്കെ ഞാൻ ഈ കോഴ്സിൽ കാണിക്കും. അവരെ പോലുള്ള കുറേ ആൾക്കാരുണ്ട്. ഐ വാണ്ട് ടു ഗിവ് യു ദ പ്രൂഫ് ആൻഡ് that course will be like inspiring like anything. കുറേ കാലത്തിന് ശേഷം ഹൈലി പവർഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും ബീസ്റ്റ് മോഡിലേക്ക് എത്തിക്കുന്ന കമന്റ് ജോയിൻ. 199 രൂപയുടെ പ്രോഗ്രാമാണ്, പക്ഷേ ഈ പ്രോഗ്രാം മിനിമം 7000 രൂപ ചാർജ് ചെയ്യേണ്ട പ്രോഗ്രാമാണ്. പ്രൈസ് കൂടുന്നതിന് മുൻപ് ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടും, അറിയാം. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, 30 പേർക്കും കൂടി അവസരമുള്ളൂ. ക്രിയേറ്റ് ദ ഓപ്പർച്യൂണിറ്റി, ചേഞ്ച് ഇറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, ഇത് ഓൾറെഡി ഓക്കെ. അഡീഷണൽ 3 പേർ 4 പേരൂടെ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ ഷംസുദ്ദീൻ, കൺഗ്രാറ്റുലേഷൻ ഷമീർ, കൺഗ്രാറ്റുലേഷൻ അബ്ബാസ്. വെരി ഗുഡ്. ദിസ് ഈസ് യുവർ മൊമെന്റ്. ഗ്രാബ് ഇറ്റ്, ലെറ്റ് ഇറ്റ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, 5 days. ഇത്രയും കിട്ടിയ ഫാരിസ്? ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട, ഇപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ അനിയാജിത്, സബിത, സക്കീന, സ്പാർട്ടൻ സബിത, ആഷിഫ്, സിറാജ്, ജസീല, താഹിർ, അപ്പോ എല്ലാവരും വരിക. നമുക്കൊരു നെക്സ്റ്റ് പൊളിക്കാം, വേറെ ലെവലിലേക്ക് പോകാം. ദിസ് ഈസ് യുവർ മൊമെന്റ്. ഡോണ്ട് വെയിറ്റ്. പേയ്മെന്റ് അയച്ച സ്ക്രീൻഷോട്ട് അതേ നമ്പറിൽ തന്നെ അയക്കണം. ചെയ്യാം. ശരത് നമ്പറിലാണോ? ശരത് സാർ നമ്പറിൽ അയക്കാം. ശരത് സാറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് അയക്കാം. നെക്സ്റ്റ് വീക്കാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി. ഓക്കെ,
താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്ന് ഡിസിഷൻ എടുത്ത കറക്റ്റ് രീതിയിലേക്ക് ഡിസിഷൻ എടുത്ത് ജമ്പ് ചെയ്ത ആൾക്കാരുണ്ട്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് കാണാം. ഫർസാന റീഗോഡ്, ഫർസാന ടേക്ക് ദ ഡിസിഷൻ. ചിന്തിച്ച് നിൽക്കേണ്ട, ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഫ്രീ മാത്രം ആഗ്രഹിച്ച് നടക്കരുത്. ലൈഫിൽ വാല്യുബിൾ ആയതൊന്നും ഫ്രീ അല്ല. ഓക്കെ, ഫ്രീഡം ഇസ് നോട്ട് ഫ്രീ എന്നാ പറയുക. ഫ്രീഡം പോലും ഫ്രീ അല്ല. ഓക്കെ, ഗെറ്റ് സംതിങ് വാല്യുബിൾ. ദിസ് ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ കാണാം. ഏത് ഡേറ്റ് ആണ് സർ? ഡേറ്റ് വരുന്നത് മൺഡേ ആണ്. മൺഡേയിലാണ് നമ്മളുടെ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, ഇന്ന് വെനസ്ഡേ ആണ്. മൺഡേ എന്ന് പറയുമ്പോൾ 5th പ്രോഗ്രാം. സോറി, 5th 6th സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 6th മുതൽ 6, 7, 8, 9, 10 10ാം തീയതി വരെയാണ് ഈ പ്രോഗ്രാമുള്ളത് കേട്ടോ. മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോളൂ. 5ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അടുത്ത ഞായറോട് കൂടി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. 5ാം തീയതിയിലേക്ക് നിങ്ങൾ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിനുശേഷം ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ 799 രൂപയാവും. അപ്പം 399 രൂപ, 199 രൂപ. ഇനി ആകെ കുറച്ച് പേർക്ക് അവസരമുള്ളൂ. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി, ചേഞ്ച് യുവർ ലൈഫ്. യാ, ഓക്കെ. താങ്ക് യു എവറി വൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ചിന്തിക്കുക, തീരുമാനം എടുക്കുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.